നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കഴിഞ്ഞ തവണ ഒളിമ്പിക്സിൽ പുരുഷ വിഭാഗ ഫുട്ബോൾ മത്സരങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയത് ബ്രസീലായിരുന്നു. പക്ഷെ ആ ബ്രസീൽ ടീം ഇത്തവണത്തെ ഒളിമ്പിക്സ് മത്സരങ്ങൾക്കില്ല എന്ന് പറഞ്ഞാൽ വനിതാ ടീമുണ്ട്. പുരുഷ വിഭാഗത്തിൽ ഫുട്ബോളിൽ ബ്രസീലിന് യോഗ്യതയില്ല. പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ ഇന്നു മുതൽ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് നിലവിലെ ജേതാക്കളില്ല എന്നൊരു ചോദ്യമുണ്ട്. അതിനുള്ള ഉത്തരവാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകുന്നത്. കോൺമബോളിന്റെ പ്രീ ഒളിമ്പിക് ടൂർണമെന്റിൽ നിന്ന് 2 ടീമുകളാണ് ഒളിമ്പിക്സിന് യോഗ്യത നേടിയത്. അതിൽ വിന്നേഴ്സ് ആയിക്കൊണ്ട് പരാഗ്വയും റണ്ണേഴ്സ് അപ്പ് ആയിക്കൊണ്ട് അർജന്റീനയും കയറി. അതേസമയം ബ്രസീൽ 3-ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. കോൺമബോളിന്റെ പ്രീ ഒളിമ്പിക് ടൂർണമെന്റ് 2 ഘട്ടങ്ങളിലായിട്ടാണ് നടന്നത്. ആദ്യം പ്രിലിമിനറി സ്റ്റേജ് നടന്നു. പ്രിലിമിനറി സ്റ്റേജിൽ 2 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. ബ്രസീൽ, വെനിസ്വല, ഇക്വഡോർ, ബൊളീവിയ, കൊളംബിയ ടീമുകൾ ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയില് അർജന്റീന, പരാഗ്വെ, ചിലി, ഉറുഗ്വായ്, പെറു ടീമുകളുമാണ് ഉൾപ്പെട്ടിരുന്നത്. ഗ്രൂപ്പ് എയില് ബ്രസീൽ മികച്ച പ്രകടനം തന്നെ നടത്തി. 4 കളികളിൽ 3 ജയം 1 തോൽവി. അങ്ങനെ 9 പോയിന്റോടെ ഗ്രൂപ്പ് ജേതാക്കളായിക്കൊണ്ട് ഫൈനൽ ഗ്രൂപ്പിലേക്ക്, അതായത് 2 ഗ്രൂപ്പിൽ നിന്നുമുള്ള ആദ്യ 2 സ്ഥാനക്കാരുടെ ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജിലേക്ക് അവർ യോഗ്യത നേടുകയായിരുന്നു. ബ്രസീലും വെനിസ്വലയും ഗ്രൂപ്പ് എയിൽ നിന്ന് യോഗ്യത നേടിയപ്പോൾ അർജന്റീനയും പരാഗ്വയും ഗ്രൂപ്പ് ബിയിൽ നിന്ന് യോഗ്യത നേടി. അങ്ങനെ ഫൈനൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തി. ആ ഗ്രൂപ്പിൽ നിന്ന് വിജയിക്കുന്ന 2 ടീമുകൾ, ആദ്യ 2 സ്ഥാനത്തുള്ള ടീമുകളായിരിക്കും ഒളിമ്പിക്സിന് പോകുക. അങ്ങനെ ഫൈനൽ സ്റ്റേജ് ആരംഭിക്കുമ്പോൾ ബ്രസീൽ ആദ്യ കളിയിൽ തന്നെ പരാഗ്വയോട് പൊട്ടി. ഏകപക്ഷീയമായ ഒരു ഗോളിന് തോറ്റു. ബ്രസീൽ 2ാമത്തെ കളിയിൽ വെനിസ്വലയോട് 1-2 വിജയിച്ചു. അവസാന മത്സരം ബ്രസീലിന് വിജയിച്ചാൽ ഒളിമ്പിക്സിന് പോകാം. കളി അർജന്റീനയ്ക്കെതിരെ. തോറ്റൽ അർജന്റീനയും പുറത്താകും. അതായിരുന്നു സ്ഥിതിവിശേഷം. പക്ഷെ അർജന്റീന ഏകപക്ഷീയമായ 1 ഗോളിന്റെ വിജയം സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ 1-0 അർജന്റീന വിജയിച്ചപ്പോൾ അർജന്റീന 2ാം സ്ഥാനത്തേക്ക് എത്തി. ബ്രസീൽ 3ാം സ്ഥാനത്താവുകയും ചെയ്തു. ബ്രസീൽ പുറത്തായി, അർജന്റീന ഒളിമ്പിക്സിന് കയറി. അതാണ് ആ കളിയോടുകൂടി സംഭവിച്ചത്. അങ്ങനെ സൗത്ത് അമേരിക്കൻ ഒളിമ്പിക്സ് ക്വാളിഫയറിന്റെ ഫൈനൽ സ്റ്റേജിൽ പരാഗ്വെ 3 കളികൾ 2 വിജയം 1 തോൽവി 7 പോയിന്റോടെ 1ാം സ്ഥാനക്കാരായിട്ട് ഒളിമ്പിക്സിന് യോഗ്യത നേടിയപ്പോൾ 3 കളികളിൽ നിന്ന് 1 വിജയവും 2 സമനിലകളുമായിട്ട് 5 പോയിന്റോടെ അർജന്റീനയും ഒളിമ്പിക്സിന് യോഗ്യത നേടി. 3 കളികളിൽ നിന്ന് 1 വിജയം 2 തോൽവി. ഈ അവസ്ഥയിലായിരുന്നു ബ്രസീൽ ഉണ്ടായിരുന്നത്. ബ്രസീൽ 3ാം സ്ഥാനത്തോടെ പുറത്തായി. ഒപ്പം വെനിസ്വലയും പുറത്തായി. ഇതാണ് സംഭവിച്ചത്. അതുകൊണ്ട് ബ്രസീൽ ഇത്തവണത്തെ പുരുഷ വിഭാഗത്തിൽ ഒളിമ്പിക്സിൽ ഫുട്ബോൾ കളിക്കാനില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ടോക്സ് കൊണ്ടുവെത്താം.